students, welcome back to another class of State Crash Class conducted by Archana Study Center. ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർക്കിൾസ് ആൻഡ് ആംഗിൾസിലെ ചാപ്റ്ററിലെ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയ ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, prove that circle drawn on a equal sides of a isosceles triangle as diameter passes through the midpoint of the third side. ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ സൈഡ്സ് ഡയാമീറ്റർ ആയിട്ടുള്ള സർക്കിൾസ് വരയ്ക്കുകയാണെങ്കിൽ അത് ആ സർക്കിൾസ് രണ്ട് സർക്കിൾസ് ഉണ്ടായിരിക്കുമല്ലോ. ഒരു ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സൈഡും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെയാണ് എന്ത് പറയുന്നത്? ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഈ ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ്സ് ആയിട്ടുള്ള രണ്ട് സൈഡ്സിലും ഡയാമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന രണ്ട് സർക്കിൾസ്, ആ രണ്ട് സർക്കിൾസും ജോയിൻ ചെയ്യുന്ന പോയിന്റ് മൂന്നാമത്തെ സൈഡിന്റെ മിഡ് പോയിന്റിലായിരിക്കും. അതായത് ഈക്വലേറ്ററൽ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ സൈഡിന്റെ മിഡ് പോയിന്റിലായിരിക്കും എന്നാണ് നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കി ആയിട്ട് തോന്നും, പക്ഷെ ഒന്നുകൂടി വായിച്ചു നോക്കാം, വരച്ചു നോക്കാം. ആദ്യം എ ബി സി ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ എ ബി എന്ന സൈഡ് എ സി എന്ന സൈഡിന് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണെന്ന് കരുതുന്നു. എ ബി എന്നത് എ സിക്ക് ഈക്വൽ ആണ്. ഇത് നമുക്ക് തന്നിട്ടുണ്ട് ഐസോസെലസ് ട്രയാങ്കിൾ. ഇനി എ ബി എന്നത് ഡയാമീറ്ററായി വരച്ചിരിക്കുന്ന ഒരു സർക്കിൾ ആണ് ഈ കാണുന്നത്. എ ബി എന്നത് ഡയാമീറ്ററായി വരച്ചിരിക്കുന്ന ഒരു സർക്കിൾ ആണ്. അതുപോലെ എ സി എന്ന് പറയുന്ന ഡയാമീറ്ററായി വരച്ചിരിക്കുന്ന ഒരു സർക്കിൾ ആണ് ഇവിടെ കാണുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഈ രണ്ട് സർക്കിളും ജോയിൻ ചെയ്യുന്ന പോയിന്റ് let it be S. ഈ പോയിന്റ് ഈ ഐസോസെലസ് ട്രയാങ്കിളിന്റെ തേർഡ് സൈഡിന്റെ മിഡ് പോയിന്റ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് മിഡ് പോയിന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ബി എസ് ഇസ് ഈക്വൽ ടു എസ് സി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കിത് എങ്ങനെ പ്രൂവ് ചെയ്യാൻ സാധിക്കും? നമുക്കത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു എ എസ് എന്ന ലൈൻ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതെന്ന് പറയുന്നത് ഈ ഡയാമീറ്റർ ആർക്കിലെ സെൻട്രൽ ആംഗിൾ ആയിട്ട് വരുന്ന ഒരു ആംഗിൾ ആണ് എന്ത് വരുന്നത്? ബി എസ് എ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് നോക്കുക. അതായത് എ സി എ ബി എന്ന് പറയുന്നത് ഡയാമീറ്റർ ആണ് ഈ സർക്കിളിന്റെ. അതിന്റെ സെൻട്രൽ ആംഗിൾ എന്താണ്? ഡയാമീറ്റർ ആണെങ്കിൽ 180 ആണ്. അപ്പൊ ആ ആർക്കിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ആണ് ബി എസ് എ എന്ന് പറയുന്നത്. അപ്പൊ അതെന്തായിരിക്കും? 180യുടെ പകുതിയായ 90 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണെന്ന് കരുതുന്നു. അതുപോലെ ഇവിടെയും ഈ ട്രയാങ്കിൾ എ സി എസില് എ സി എന്ന് പറയുന്ന ഡയാമീറ്റർ ആണ്. അതിന്റെ സെൻട്രൽ ആംഗിൾ എന്താണ് വരുന്നത്? 180 ഡിഗ്രിയാണ് അല്ലെ. അപ്പൊ 180 ഡിഗ്രി ആകുമ്പോൾ അത് ആ ആർക്ക് എ സി എന്ന് പറയുന്ന ആ ആർക്ക്, ഈ ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ത് പറയുന്നത്? എ എസ് സി. ഈ എ എസ് സി എന്ന് പറയുന്ന ഈ സർക്കിളിലുള്ള പോയിന്റ് ആണ് എസ് അല്ലെ. അപ്പൊ ഇതിന്റെ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ എ എസ് ബി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അതുപോലെ തന്നെ ആംഗിൾ എ എസ് സി എന്ന് പറയുന്നതും എന്താണ്? 90 ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതുപോലെ അറിയാൻ പറ്റും എ ബി എന്ന് പറയുന്നത് എ സി ആണ് അല്ലെ. അതുപോലെ നമുക്കറിയാം എ എസ് ഈക്വൽ ടു എ എസ് ആണ് അല്ലെ. കോമൺ സൈഡ് ആണ് ഇത് വരുന്നത്. അതായത് ഈ രണ്ട് ട്രയാങ്കിൾസും എന്താണ്? സിമിലർ ട്രയാങ്കിൾസ് ആണ്. അതുപോലെ നമുക്ക് ഈ രണ്ട് ആംഗിൾസും എന്താണ്? ഈക്വൽ എന്ന് പറയാം അല്ലെ. എ ബി സി എന്ന് പറയുന്ന ആംഗിളും ട്രയാങ്കിളിന്റെ എ ബി എസ് എസ് എന്ന് പറഞ്ഞ എ ബി എസ് എന്ന് പറഞ്ഞ ആംഗിളും എ സി എസ് എന്ന് പറയുന്ന ആംഗിൾ എന്താണ്? ഈക്വൽ ആണ്. കാരണം എന്താണ്? ബിക്കോസ് എ ബി സി എന്ന് പറയുന്നത് എന്താണ്? ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഐസോസെലസ് ട്രയാങ്കിൾ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എ ബി എസും എ സി എസും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഇത് ഈക്വൽ ആണ്. ഇത് രണ്ടും 90 ഡിഗ്രി ആണ്. ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് എ ബി എസും എ സി എസും എന്താണ്? സിമിലർ ട്രയാങ്കിൾസ് ആണ് അല്ലെ. മൂന്ന് ആംഗിൾസും ഈക്വൽ ആണ്. അതുപോലെ തന്നെ സൈഡ്സ് എല്ലാം ഈക്വൽ ആണ്. അപ്പൊ അവ എന്താണ്? ഈക്വൽ ആണ്. രണ്ട് ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിൾസ് ആണ്. അതുകൊണ്ട് എ ബി ഈക്വൽ ടു എ സി ആണെങ്കിൽ എ ബി ബൈ എ സി തന്നെയായിരിക്കും എന്ത് വരിക? ബി എസ് ഡിവൈഡഡ് ബൈ എസ് അല്ലെങ്കിൽ ബി
എസ് സി വരുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. സിമിലർ ട്രയാങ്കിൾസിന്റെ സൈഡ്സ് എല്ലാം ഇൻ പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് നമുക്ക് എ ബി ബൈ എ സി ഈക്വൽ ടു 1 ആണെന്ന് അറിയാം. അപ്പൊ ബി എസ് ബൈ ബി എസ് സി എന്തായിരിക്കും? 1 ആയിരിക്കും. ദാറ്റ് മീൻസ് ബി എസ് ഇസ് ഈക്വൽ ടു എസ് സി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആണെന്ന് കരുതുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് എ കോഡ്ലേറ്റർ ഷോൺ ബിലോ. നമുക്ക് അപ്പോൾ ഒരു കോഡ്ലേറ്റർ തന്നിട്ടുണ്ട് എ ബി സി ഡി. വെറുതെ ഒരു കോഡ്ലേറ്റർ അല്ല നമുക്ക് തന്നിരിക്കുന്നത്, ഒരു സർക്കിളിന്റെ ഉള്ളിലുള്ള ഒരു കോഡ്ലേറ്ററിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കോഡ്ലേറ്ററിന്റെ ബാക്കി ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ആംഗിളില് ഇവിടെ ഡി ബി സി എന്ന് പറഞ്ഞൊരു ആംഗിൾ തന്നിട്ടുണ്ട് 45, എ സി ഡി എന്ന് പറഞ്ഞൊരു ആംഗിൾ 30 തന്നിട്ടുണ്ട്, അതുപോലെ ബി ഡി സി എന്നൊരു ആംഗിൾ 50 തന്നിട്ടുണ്ട്. ഇത്രയും ആംഗിൾസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ബാക്കി ആംഗിൾസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കേണ്ട ലോജിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ആർക്കിൽ നിന്നുണ്ടാക്കുന്ന ഒരു ആർക്ക് ഉണ്ടാക്കുക, അല്ലെ ഒരു കോഡ് ഡിവൈഡ് ചെയ്യുന്ന ഒരു ആർക്ക് അല്ലെ. അപ്പൊ നമുക്കൊരു സെലക്ട് ചെയ്യാം. ഇപ്പൊ എ ബി എന്ന് പറയുന്നത് ഒരു കോഡാണ് അല്ലെ. ഈ എ ബി ഉണ്ടാക്കുന്ന കോഡ് ഉണ്ടാക്കുന്ന ആർക്ക് എന്താണ്? എ ബി. ഈ ഒരു ആർക്ക്, ഈ ആർക്കിൽ നിന്നുണ്ടാകുന്ന ആംഗിൾസ് എ സി ബിയും അതുപോലെ തന്നെ ഉണ്ടാക്കുന്നതാണ് എ ഡി ബിയും. രണ്ട് ആംഗിൾസും സർക്കിളിൽ ഉണ്ടാക്കുന്ന രണ്ട് പോയിന്റ്സ് ആണ് എന്ത്? ഡിയും സിയും അല്ലെ. ഈ എ ബി എന്ന് പറയുന്ന കോഡിൽ നിന്നുണ്ടാകുന്നതാണ് എന്ത് വരുന്നത്? എ സി ബിയും എ ഡി ബിയും എന്താണ്? ആ എയും ബിയും എന്ന പോയിന്റിൽ നിന്നുണ്ടാക്കുന്ന സർക്കിളിലേക്ക് വരയ്ക്കുന്ന രണ്ട് ആംഗിൾസ് ആണ്. അപ്പൊ അത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ എക്സ് എന്ന് ഇടുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? എക്സ് എന്നായിരിക്കും. ക്ലിയർ ആണെന്ന് കരുതുന്നു. അതുപോലെ മറ്റൊരു കോഡാണ് ബി സി എന്ന് പറയുന്നത്. ബി സി എന്ന് പറയുന്ന കോഡിൽ നിന്നും അല്ലെങ്കിൽ ഈ ആർക്കിൽ നിന്നും ഉണ്ടാക്കുന്ന രണ്ട് ആംഗിൾസ് ആണ് എന്ത് പറയുന്നത്? സി എ ബിയും അതുപോലെ തന്നെ സി ഡി ബിയും. രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ഈ ബി സി എന്ന് പറയുന്ന രണ്ട് പോയിന്റിൽ നിന്ന് ഉണ്ടാക്കുന്ന സെയിം ആംഗിൾസ് ആണ് അല്ലെ. അതേ ഈ സർക്കിളിലേക്ക് വരയ്ക്കുന്ന രണ്ട് പോയിന്റ്സ് ആണ്. നോക്കൂ, സി ഡി ബിയും സി എ ബിയും സെയിം ആംഗിൾസ് ആണ് ഉണ്ടാക്കുന്നത്. ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ഇത് എന്തായിരിക്കണം? 50 ഡിഗ്രി ആയിരിക്കണം. ക്ലിയർ ആണെന്ന് കരുതുന്നു. അതുപോലെ മറ്റൊരു ആർക്കാണ് അല്ലെങ്കിൽ കോഡാണ് സി ഡി എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കുന്ന ആർക്കാണ് ഈ ആർക്ക് അല്ലെ. ആ ആർക്ക് സർക്കിളിലേക്ക് ഉണ്ടാക്കുന്ന രണ്ട് ആംഗിൾസ് ആണ് എന്ത് വരുന്നത്? രണ്ട് പോയിന്റ്സ് ആണ് ബിയും എയും. ക്ലിയർ ആണെന്ന് കരുതുന്നു. സോ ഡി ബി സി എന്ന് പറയുന്നതും ഡി എ സി എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഈ രണ്ട് പോയിന്റ്സ് ഉണ്ടാക്കുന്ന രണ്ട് ആംഗിൾസ് ആണ് ഡി ബി സിയും ഡി എ സി. അപ്പൊ നമുക്ക് ഡി ബി സി 45 ആണെങ്കിൽ ഡി എ സി എന്തായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് ഇനി വേറെ ഏതാ ഉള്ളത്? എ ഡി എന്ന് പറയുന്ന ഒരു കോഡ് നോക്കി നോക്കാം. എ ഡി എന്ന് പറയുന്ന ഒരു കോഡിൽ നിന്ന് ഉണ്ടാക്കുന്ന അല്ലെ ആർക്കിൽ നിന്ന് ഉണ്ടാക്കുന്ന ആംഗിൾസ് ആണ് ഡി സി എയും ഡി ബി എ. രണ്ട് ആംഗിൾസ് നമുക്ക് ഡി സി എ അവർ തന്നിട്ടുണ്ട് 30. അപ്പൊ അത് തന്നെയായിരിക്കും എന്ത്? ഡി ബി എ 30 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് കുറെ ആംഗിൾസ് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നോക്കിക്കേ, ആംഗിൾ എ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 45 പ്ലസ് 50 ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് 95 ഡിഗ്രിയാണ് കിട്ടിയിരിക്കുന്നത്. ആംഗിൾ ബി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 30 പ്ലസ് 45 എത്രയാ വരുന്നത്? 30 പ്ലസ് 45 എന്ന് പറയുന്നത് 75 ഡിഗ്രി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആംഗിൾ സി എന്ന് പറയുന്നത് നമുക്ക് 30 ഡിഗ്രി പ്ലസ് എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട്. ആംഗിൾ ഡി എന്താണ് പറയുന്നത്? 50 പ്ലസ് എക്സ് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഇനി നമുക്ക് ഈ എക്സ് എന്താണെന്ന് അറിയില്ല. നമുക്ക് വേറൊരു കാര്യം അറിയാം. കോഡിലേറ്ററിന്റെ 4 സൈഡുള്ള ഒരു കോഡിലേറ്ററിന്റെ എല്ലാ ആംഗിൾസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഇന്നർ ആംഗിൾസ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 360 ഡിഗ്രി കിട്ടണം അല്ലെ. അപ്പൊ ഈ ആംഗിൾസ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 360 കിട്ടണം. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പൊ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി എന്തായിരിക്കണം? 360 ഡിഗ്രി ആയിരിക്കണം. അതായത് എഴുതുമ്പോൾ 95 പ്ലസ് 75 പ്ലസ് 30 പ്ലസ് എക്സ് പ്ലസ് 50 പ്ലസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 360 ഡിഗ്രി ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ നമുക്കിതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 95 പ്ലസ് 75 പ്ലസ് 50 പ്ലസ് 30 എന്താണ് വരുന്നത്? നമുക്ക് നോക്കി നോക്കാം അല്ലെ. നമുക്കിത് ആഡ് ചെയ്യുമ്പോൾ 250 പ്ലസ് 2x ഈക്വൽ ടു 360 കിട്ടും.
ഇതിൽ നിന്ന് 2x നമുക്ക് എങ്ങനെ എഴുതാം? ഈ 250 ഈക്വൽ ടുന്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്ത് വരും? 360 മൈനസ് 250 വരും. That is equal to 110 കിട്ടും. 2x is equal to 110. x is equal to 110 divided by 2 equal to 55. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് 55 ആണ്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആംഗിൾ സി എന്ന് പറയുന്നത് 30 പ്ലസ് 55 ആയിരിക്കും. എന്തായിരിക്കും അത്? 30 പ്ലസ് 55 എന്ന് പറയുന്നത് 85 ആണ് വരുന്നത് അല്ലെ, 85 ഡിഗ്രി. അതുപോലെ ആംഗിൾ ഡി എന്താണ് നോക്കി നോക്കൂ. 50 പ്ലസ് എക്സ് അല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്? 50 പ്ലസ് എക്സ് ദാറ്റ് ഈസ് 55 ഈക്വൽ ടു എന്തൊരു 105 ആണ് നിങ്ങൾ വരുന്നത്. അപ്പൊ നമുക്ക് എല്ലാ ആംഗിൾസും കിട്ടി. ആംഗിൾ എ എന്ന് പറയുന്നത് 95 ആണ്, ആംഗിൾ ബി എന്ന് പറയുന്നത് 75 ആണ്, ആംഗിൾ സി എന്ന് പറയുന്നത് 85 ആണ്, ആംഗിൾ ഡി എന്ന് പറയുന്നത് 105 ആണ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. Prove that in a cyclic quadrilateral, the outer angle at any vertex equal to the inner angles at the opposite vertex. Question നന്നായി വായിക്കുക. ഒരു കോർഡിലേറ്ററിന്റെ ഔട്ടർ ആംഗിൾ ഈക്വൽ ടു ഇന്നർ ആംഗിൾ ഓപ്പോസിറ്റ് ടു ദ സൈഡ് ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ ഒരു സൈക്ലിക് കോർഡിലേറ്റർ, സൈക്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിളിന്റെ ഉള്ള കോർഡിലേറ്റർ, അതിന്റെ വേർട്ടെക്സ് എല്ലാം കൂടിയിട്ട് ഒരു സർക്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, അതിന്റെ ഔട്ടർ ആംഗിൾ CBE എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സൈക്ലിക് കോർഡിലേറ്റർ കൊടുത്തിട്ടുണ്ട് ABCD. ഈ ABCDന്റെ B എന്ന വേർട്ടെക്സ്, അതിൽ നിന്നുള്ള ഔട്ടർ ആംഗിൾ ആണ് CBE എന്ന് പറയുന്നത്. ഒരു ഔട്ടർ ആംഗിൾ ആണ്. ഈ ഔട്ടർ ആംഗിൾ എന്തിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം? ഇന്നർ ആംഗിൾ ഓപ്പോസിറ്റ് ടു ദിസ് ആംഗിൾ. ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഇന്നർ ആംഗിൾ ഏതാണ്? ആംഗിൾ ഡി. ഈ ആംഗിൾ ഡിനോട് CBE ഈക്വൽ ആണെന്ന് നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് കരുതുന്നു. പ്രൂവ് ദാറ്റ് ഇൻ എ സൈക്ലിക് കോർഡിലേറ്റർ. സൈക്ലിക് കോർഡിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്കിളിന്റെ ഉള്ളിലുള്ള ഒരു കോർഡിലേറ്റർ. The outer angle at any vertex, ഏതെങ്കിലും ഒരു വെർട്ടെക്സ് ഏതൊക്കെയാണ്? ABCD 4 വെർട്ടെക്സ് ഉണ്ട് അല്ലെ. ഏതെങ്കിലും ഒരു വെർട്ടെക്സിന്റെ ഔട്ടർ ആംഗിൾ നമ്മൾ എടുത്തിരിക്കുന്ന എന്താണ്? B എന്ന വെർട്ടെക്സിലെ ഒരു ഔട്ടർ ആംഗിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താന്ന് പ്രൂവ് ചെയ്യണം നമ്മൾ? ഈക്വൽ ടു ദ ഇന്നർ ആംഗിൾ അറ്റ് ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഓപ്പോസിറ്റ് കിടക്കുന്ന വെർട്ടെക്സിന്റെ ഇന്നർ ആംഗിൾ. ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന വെർട്ടെക്സ് ഏതാണ്? D. ബിക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന വെർട്ടെക്സ് ഡി ആണ്. അതിന്റെ ഇന്നർ ആംഗിളിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതെങ്ങനെ പ്രൂവ് ചെയ്യും? നോക്കാം അല്ലെ. ഇവിടുത്തെ ഇത് നമുക്ക് എഴുതാം. ആംഗിൾ CBE ഈസ് എക്സ്റ്റീരിയർ ആംഗിൾ അല്ലെ, അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾ എന്ന് നമുക്ക് എഴുതാം. ഔട്ടർ ആംഗിൾ. ഓക്കെ, ഈ ആംഗിൾ CBEയും അല്ലെ ആംഗിൾ CBAയും എന്താണ്? കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം. എന്താണ് കാരണം? നോക്കിക്കേ, CBE എന്ന് പറയുന്നത് എന്താണ്? ഔട്ടർ ആംഗിൾ അല്ലെ. അതേ ലൈനിലുള്ള തന്നെയാണ് CBA അല്ലെ. AE എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ആ AE എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ലൈനിൽ ഉണ്ടാക്കുന്ന ഈ CB ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന രണ്ട് ആംഗിൾസ് ആണ് എന്ത് പറയുന്നത്? CBEയും CBAയും അല്ലെ. ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. ആ സ്ട്രെയിറ്റ് ലൈനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ആ രണ്ട് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് വരണം? 180 ഡിഗ്രി വരണം. അതിന് പറയുന്നത് എന്താണ്? നമ്മൾ ലീനിയർ പെയേഴ്സ്. അപ്പൊ ഈ CBEയും CBAയും എന്താണ്? ലീനിയർ പെയേഴ്സ് ആണ്. സോ ഇറ്റ്സ് ഈസ് റീസൺ എന്താണ്? ദേ ആർ ലീനിയർ പെയേഴ്സ്. ഇവരെ പറയുന്നത് എന്താണ്? ലീനിയർ പെയേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഇത് രണ്ടും ലീനിയർ പെയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ CBA എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാം? 180 മൈനസ് ആംഗിൾ CBE എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ആംഗിൾ ബി എന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണ്. സൈക്ലിക് ക്വാഡ്രിലേറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ CBA എന്ന് പറയുന്നതും ഈ ആംഗിൾ CBA എന്ന് പറയുന്നതും ഈ ആംഗിൾ, അതായത് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്താ പറഞ്ഞാൽ? ADC. ഈ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം അല്ലെ. 180 ഡിഗ്രി കിട്ടണം. അപ്പൊ CBAക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. 180 മൈനസ് ആംഗിൾ CBE പ്ലസ് ആംഗിൾ ADC എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ ഇത് രണ്ടും കട്ടായി പോകും, 180 ഡിഗ്രി ആവും. അപ്പൊ മൈനസ് ആംഗിൾ CBE പ്ലസ് ആംഗിൾ ADC ഈക്വൽ ടു 0 വരും.
അപ്പൊ അത് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എന്തുവരും? ആംഗിൾ ADC ഈക്വൽ ടു ആംഗിൾ CBE വരും അല്ലെ. ഈ മൈനസ് ഈക്വൽ ടുന്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്തുവരും? പ്ലസ് വരും. ഇതല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ADC എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഇന്നർ ആംഗിൾ, CBE എന്ന് പറയുന്നത് എന്താണ്? ഔട്ടർ ആംഗിൾ ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. ഹെൻസ് പ്രൂഫ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇന്ന് ഡിസ്കസ് ചെയ്ത 3 ക്വസ്റ്റ്യൻസും നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയി വീണ്ടും കാണാം. താങ്ക് യു.